പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ നയനെ കുറ്റപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിര് വിടുന്ന സമയത്ത് നയന സ്വയം പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നയന നവ്യയോട് പറയുന്നുണ്ട്, ഞാനൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നു എന്ന് കരുതിയിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിച്ച് ചേച്ചി നിൽക്കണ്ട. അതൊരു എൻ്റെ ബലക്കുറവായിട്ടും ചേച്ചി കണക്കാക്കണ്ട. ഞാനൊന്നും തുറന്ന് പറയാത്തത് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചു പോകണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷെ കൂടുതൽ എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാൻ ഇടയായാൽ എനിക്ക് ചിലത് തുറന്ന് പറയേണ്ടി വരും. അതിൽ പിന്നീട് കരയാൻ പോകുന്നത് ചേച്ചി തന്നെയായിരിക്കും. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അകത്തോട്ട് കയറി പോവുകയാണ്. നയനയുടെ ആ ഒരു സംസാരം കണ്ടിട്ട് നവ്യയ്ക്ക് വല്ലാത്തൊരു പന്തികേട് തോന്നുകയാണ്. എന്താണിപ്പോൾ നയന ഇങ്ങനെ പറയാൻ കാരണം? അവൾ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അതും ഞാൻ കരയുമെന്നാണല്ലോ പറഞ്ഞത്. എന്നെ ബാധിക്കുന്ന എന്തോ വിഷയമാണല്ലോ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ചന്തുമോളുടെ അച്ഛൻ നമ്മുടെ ആദർശാണ് എന്ന് പറയുന്നത് തെറ്റാണോ? അതല്ല യഥാർത്ഥ സത്യം, അതിന് പകരം മറ്റാരെങ്കിലും ആണോ ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള സംശയങ്ങളൊക്കെ നവ്യയുടെ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആദർശ് തന്നെയാണോ അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ആണോ എന്നുള്ള ഉറപ്പിക്കാനുള്ള ആ ഒരു നെട്ടോട്ടം ഓടാൻ പോവുകയാണ് നവ്യ. ആദ്യം തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. നന്ദുവിനെ കാണാനായിട്ട് പോയ സമയത്ത് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ എപ്പോൾ ആദർശേട്ടനെ കുറ്റം പറഞ്ഞ് കൂടെ പറഞ്ഞ് സംസാരിക്കുമ്പോഴും നയന അതൊന്നും വകവയ്ക്കാതെയാണ്, എതിർത്തോണ്ടാണ് സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടിക്കും അങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല. സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ ആരും ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കില്ല. പക്ഷേ അവിടെ നയന അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ സത്യമുണ്ട്. ആദർശേട്ടനെ ഞാൻ കുറ്റം പറയുമ്പോഴൊക്കെ എന്നോട് പറയുന്നൊരു കാര്യം, ഞാൻ ഇതിനെക്കുറിച്ച് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് എന്നാണ് അവൾ തിരിച്ച് മറുപടി പറയുന്നത്. നിനക്കതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു ഒന്ന് ഉള്ളിൽ ആ ഒരു പേടിയോടെ ആണെങ്കിലും, ഇല്ല ചേച്ചി എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും പറയത്തില്ല, അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ള രീതിയിൽ നന്ദു ഒരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചൂടെ എന്നൊക്കെ പറയുമ്പോൾ, അന്വേഷിക്കാനുള്ളത് അവർ പറയണ്ടേ? അവർ പറയാതെ എനിക്ക് ഒരാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ പരാതി എഴുതി തന്നാലല്ലേ എനിക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് വേണ്ടി നീ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, എന്തായാലും ആദർശേട്ടൻ്റെയും ചന്തുമോളുടെയും കാര്യമാണെങ്കിൽ അത് അവിടുത്തെ ആളുകൾ പരാതി തരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ആയിക്കോട്ടെ നീ ഒന്നും ചെയ്യണ്ട, എനിക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് അബിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത്, അത് വേണ്ട, അബിയോട് പറഞ്ഞാൽ അത് പ്രശ്നമാകും, എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ അവൻ ശ്രമിക്കത്തുള്ളൂ, അല്ലെങ്കിലും ചന്തുമോളുടെ കാര്യം പറയുമ്പോൾ അവനൊരു ഒഴിഞ്ഞു മാറ്റാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നവ്യയുടെ ചിന്തയിലേക്ക് വരുന്നുണ്ട്, അല്ല ഇനി അബിയെങ്ങാനും തെറ്റ് ചെയ്തോ, അതായിരിക്കുമോ ഇനി ചേച്ചി നയന എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നവ്യയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും അല്ല, അങ്ങനെയാണെങ്കിൽ നയന എപ്പോഴേ തുറന്ന് പറയുമല്ലോ. ഇനിയിപ്പോൾ എന്തായിരിക്കും, എന്നെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ അത് അബിയോട് എന്തോ സാമ്യമുള്ള വിഷയം തന്നെയാണല്ലോ, ഇനി അവരും കൂട്ടുകാരൻ ചെയ്ത് എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനായിട്ട് നമ്മുടെ ചന്തുമോളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നവ്യ കുറേ കാര്യങ്ങൾ അനഘയോട് സംസാരിക്കുന്നുണ്ട്. അനഘയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ലാതെ മറ്റൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് അവിടെ നിൽക്കുന്ന ചേച്ചിയോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ചേച്ചിയോട് പറയുന്നുണ്ട്, ഇനി ഞാൻ ചോദിക്കുന്നത് ഞാനാണെന്ന് കരുതിയിട്ടും അനഘയ്ക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമെന്ന് കരുതിയിട്ടും എന്നോടൊന്നും പറയാതെ നിൽക്കണ്ട, എനിക്ക് സത്യമാണ് അറിയേണ്ടത്. ആരാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും അറിയാതിരിക്കാൻ വഴിയില്ല. നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിവുണ്ടാവും, അതിനെക്കൊണ്ട് എന്നോട് തുറന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ നവ്യ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ നയന പോലും എന്നെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് മിണ്ടാത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ഒരു ചേച്ചി ഒടുവിൽ ആ ഒരു സത്യം പറയുകയാണ്. എന്നോട് ഒന്നും തോന്നരുത്, ഇത് കേൾക്കുമ്പോൾ മോൾ സങ്കടപ്പെടരുത്, മോൾ ക്ഷമിച്ച് നിൽക്കണം. നയന നിന്നോടൊന്നും പറയാത്തത് അത് തെറ്റ് ചെയ്തിരിക്കുന്നത് നിൻ്റെ ഭർത്താവായതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ചന്തുമോളുടെ അച്ഛൻ അബിയാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ആകെ തല ചുറ്റിയിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? ഞാൻ ഇതൊരിക്കലും ആവരുതേ എന്ന് ചിന്തിച്ചിട്ടായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നത്, പക്ഷെ അത് തന്നെ സംഭവിച്ചു.
അവൻ തന്നെയാണോ എന്നൊക്കെ പറയുന്ന സമയത്ത് അതന്നെയാണ് യഥാർത്ഥ സത്യം. പിന്നെ അനഘ ഇപ്പോൾ കഴിയാത്തത് കൊണ്ട് അവൾക്കിപ്പോൾ ഒന്നും തുറന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അത് തന്നെയാണ് സത്യം, ഇത് ഞാൻ അറിഞ്ഞ സത്യം തന്നെയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ആകെ ഞെട്ടലിൽ നിൽക്കുകയാണ്